എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർ, യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നൊക്കെ നഴ്സുമാർ പ്രത്യേകിച്ച് ചൂസ് ചെയ്തിരുന്ന ഒരു പാത്വേ ആയിരുന്നു ന്യൂസിലാൻഡ് പാത്വേ. അപ്പം ഈ ജൂലൈ 1 അവർ ഒരുപാട് റൂൾ ചേഞ്ചസ് കൊണ്ടുവന്നു. അതനുസരിച്ചിട്ട് പുതിയ ആപ്ലിക്കൻസിന് എക്സാം ഇല്ലാതെ അല്ലെങ്കിൽ കോമ്പറ്റൻസി എക്സാംസ് ഇല്ലാതെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ആ ഒരു പാത്വേ അവർ ക്ലോസ് ചെയ്തു. പക്ഷേ അവരുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിരുന്നത് ഈ ചേഞ്ചസ് ജൂലൈ 1 മുന്നേ ഉള്ളവർക്ക് ബാധകം അല്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിലരോട് ഈ ജൂലൈ 1 മുന്നേ അപ്ലൈ ചെയ്ത ആളുകളോടും ഇപ്പം അവരുടെ കേസ് ഓഫീസർ അവരോട് കോമ്പറ്റൻസി എക്സാംസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതായത് ക്ലിനിക്കൽ ആൻഡ് തിയറി എക്സാംസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്കറിയുന്ന ഒരു ചെറിയ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഈ 1800 അവേഴ്സ് ഇല്ലാത്ത ഒരു കേസിലായിരുന്നു അങ്ങനെ വരുന്നത്. അപ്പം പണ്ട് ഈ ജൂലൈ 1 മുന്നേ എങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോമ്പറ്റൻസി എക്സാംസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും, ഓക്കെ ഞങ്ങൾ 1800 അവേഴ്സ് ആയി കഴിയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാം. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി ഈ എക്സാംസ് വേവ് ചെയ്ത് കൊടുത്ത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അറിഞ്ഞിരുന്ന ചില കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലൈ 1 ശേഷം അങ്ങനെ ഇത് വന്ന ആളുകൾ, അതായത് ഈ ചേഞ്ചസിന് മുന്നേ അപ്ലൈ ചെയ്ത ആളുകളാണ്. പക്ഷേ ഇങ്ങനെ ഔട്ട്കം വന്നു, കോമ്പറ്റൻസി എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളത്. അപ്പം ഇവർ കേസ് ഓഫീസറിനോട് ചോദിച്ചു 1800 മണിക്കൂർ യു കെയിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേവ് ചെയ്ത് തരുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ജൂലൈ 1 മുന്നേ 1800 മണിക്കൂർ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വേവ് തരാം, അല്ല എന്നുണ്ടെങ്കിൽ എക്സാംസ് എഴുതണം എന്നുള്ള രീതിയിൽ. അപ്പം ചിലരൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണം. ചില ഏജൻസ് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ 1800 മണിക്കൂർ കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ തിയറി എക്സാമിനും ക്ലിനിക്കൽ എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലൊരു സ്ട്രാറ്റജിയാണ്. ആ ഒരു സ്ട്രാറ്റജിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ജൂലൈ 1 ശേഷവും ജൂലൈ 1 ആ 1800 മണിക്കൂർ ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളോട് കേസ് ഓഫീസർ കോമ്പറ്റൻസി എക്സാം എഴുതാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നോക്കുക. റിക്വസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ വേറെ വഴിയില്ല. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ എലിജിബിൾ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ റൂൾ ചേഞ്ചസ് വരുന്നതിന് മുന്നേ നമുക്ക് എലിജിബിലിറ്റി ഫുള്ളായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. അപ്പം നിങ്ങൾ അവർക്ക് റിക്വസ്റ്റ് അയക്കുമ്പം മാക്സിമം ചെയ്യേണ്ടത് വളരെ നല്ല ലാംഗ്വേജിൽ നിങ്ങൾ അയക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ പറയുക. അവർ എഗ്രി ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ചില ഏജൻസികൾ ചെയ്യുന്ന സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജിയാണ്. കാരണം ഇങ്ങനെ ഒരു കേസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ തിയറി എക്സാം, ഇപ്പോൾ ന്യൂസിലാൻഡ് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തിയറി ആൻഡ് ക്ലിനിക്കൽ എക്സാംസും കൂടെ പ്രിപ്പയർ ചെയ്യുന്നത് നന്നാവും. അഥവാ ഇനിയിപ്പം നിങ്ങൾക്ക് കേസ് ഓഫീസർ നിങ്ങളോട് പറയുകയാണ് ജൂലൈ 1 മുന്നേ നിങ്ങൾ 1800 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു, മേ ബി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പം കഴിഞ്ഞ ജാനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ അപ്ലൈ ചെയ്തു, അപ്പം നിങ്ങൾക്കൊരു 1200 1300 അവേഴ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളുടെ CGFNS റിപ്പോർട്ടിലും അത്രയും തന്നെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളോട് കേസ് ഓഫീസർ ഇപ്പം ജൂലൈക്ക് ശേഷം ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ ഔട്ട്കം വരുന്നതെങ്കിൽ നിങ്ങളോട് ചിലപ്പം പറയാൻ സാധ്യതയുണ്ട് കോമ്പറ്റൻസി എക്സാം ക്ലിയർ ചെയ്യണമെന്ന്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂലൈ 1 മുന്നേ നിങ്ങൾ ശരിക്കും 1800 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ജാനുവരിയിൽ 1300 അവേഴ്സ് ഉള്ള ഒരാൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും 1800 അവേഴ്സ് ആയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാത്വേക്കുള്ള റിക്വയർമെൻറ്റ് ഓൾമോസ്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കേസ് ഓഫീസറിനോട് റിക്വസ്റ്റ് ചെയ്യുക എക്സാം വേവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരോട് പറയുക ജൂലൈ 1 മുന്നേ 1800 അവേഴ്സ് മീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ റിക്വയർമെൻറ്റ് ഈ ഒരു ചേഞ്ച് ഡേറ്റിന് മുന്നേ മീറ്റ് ആയതുകൊണ്ട് തന്നെ കേസ് ഓഫീസർ ആ ഒരു സംഭവം പരിഗണിക്കുകയും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മാക്സിമം വേവ് ചെയ്ത് തരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ വഴികളൊന്നുമില്ല. അപ്പം 1800 അവേഴ്സ് കംപ്ലീറ്റ് ആവാതെ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ജൂലൈ 1 മുന്നേ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വരുന്നുണ്ട് പുതിയ വീഡിയോസുമായിട്ട്. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ.